അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് ഓട്ടോക്രോസ് കാർ റേസിംഗ് സംഘടിപ്പിച്ചു. കേരളീയ മോട്ടോർ സ്പോർട്സ് അസോസിയേഷനാണ് മത്സരങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. അനന്തപുരി ഓട്ടോക്രോസ് കാർ റേസിംഗ് അക്ഷരാർത്ഥത്തിൽ വണ്ടിയോട്ടക്കാരുടെ പൊടിവാർന്ന വേദിയായി. അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ ഭാഗമായി പല കായിക ഇനങ്ങളും ഗ്രീൻഫീൽഡിലുണ്ട്. പക്ഷേ സമാപന ദിവസം ശ്രദ്ധയാകർഷിച്ചത് അതൊന്നുമല്ല. കേരളത്തിനത്ര പരിചയമില്ലാത്ത ഒരു സാഹസിക കായിക ഇനം. പതിനഞ്ചു വർഷങ്ങൾക്കു ശേഷം തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ വീണ്ടും കാറോട്ട മത്സരം. കാണികളിലും മത്സരാർത്ഥികളിലും ആവേശത്തിന്റെ ഹരം വാനോളം നിറച്ചുകൊണ്ട്. വാഹന റാലി മത്സരങ്ങളിൽ മലയാളത്തിന്റെ അഭിമാന താരങ്ങളായ 40ഓളം കായിക പ്രതിഭകൾ മാറ്റുരച്ചു. ഓപ്പൺ കാറ്റഗറി ഉൾപ്പെടെ വിവിധ വിഭാഗങ്ങളിലായി തീപാറുന്ന പോരാട്ടം. ഒടുവിൽ ചാമ്പ്യൻ പട്ടം കാറോട്ടത്തിലെ അതികായൻ കൊല്ലംകാരനായ യൂനുസ് ഇല്യാസിന്റെ പ്രകടന മികവിന്. പരിമിതമായ സൗകര്യങ്ങളിൽ ഗ്രീൻഫീൽഡിലെ ഗ്രൗണ്ട് വാഹന റാലി മത്സരത്തിനായി പുതുക്കിയെടുക്കേണ്ടി വന്നു സംഘാടകർക്ക്. ട്രാക്കൊക്കെ വളരെ കുറവാണ്. ട്രാക്ക് വളരെ ഇല്ല. സത്യം പറഞ്ഞാൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ട്രാക്കുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഒരുപാട് യങ്സ്റ്റേഴ്സും അല്ലെങ്കിൽ ഒരുപാട് പേര് മോട്ടോർ സ്പോർട്സിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളെല്ലാം തന്നെ പുറത്ത് പോയിട്ട് കോയമ്പത്തൂർ, ബാംഗ്ലൂർ, ചെന്നൈയിലൊക്കെ പോയിട്ടാണ് നമ്മൾ ട്രാക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഒരുപാട് റാലി ഇവൻറ്റ്സും അല്ലെങ്കിൽ മോട്ടോർ സ്പോർട്സിൻ്റെ ഒരുപാട് ഇവൻറ്റ്സ് നടക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ പുറത്ത് പോയിട്ടാണ് ചെയ്യുന്നത്. പുറത്ത് പോകുമ്പോഴത്തേക്കും അവിടെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് കേരളത്തിൽ നിന്നുള്ള കുട്ടികളാണ് നന്നായിട്ട് പെർഫോം ചെയ്ത് വരുന്നത്. പിന്നെ ആവുന്നതും ഒക്കെ കേരളത്തിൽ നിന്നുള്ള നല്ല എക്സ്പീരിയൻസ്ഡുള്ള ഡ്രൈവേഴ്സാണ്. അപ്പോൾ അവർക്കൊരു ട്രാക്ക് നമുക്ക് ഒരുക്കി കൊടുക്കാൻ പറ്റുന്നില്ല. സാഹസിക പോരാട്ടങ്ങൾക്ക് വണ്ടിയോട്ടം അറിഞ്ഞാൽ മാത്രം പോരാ. ട്രാക്കിനെ മനസ്സിലാക്കി പ്രകടനം കാഴ്ചവെക്കണം. അതാണ് വിജയം. അതിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാകണം, മത്സരങ്ങൾ ഉണ്ടാകണം. ഇനിയും ആവർത്തിക്കട്ടെ ഓട്ടോക്രോസ് കാർ റേസിംഗ്. സിറിൽ ഡി ലെസ്ലിക്കൊപ്പം ഹരികൃഷ്ണൻ, 24 തിരുവനന്തപുരം.